1000 വിദ്യാർത്ഥികൾക്ക് 1,00,000 രൂപയും പ്രശസ്തി പത്രവും നൽകുന്ന വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ വിദ്യാർത്ഥികൾക്ക് 1,00,000 രൂപ സ്കോളർഷിപ്പായി നൽകുന്നത്. സംസ്ഥാനത്തെ 12 സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നൽകിയത്. 2.5 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 1000 പേരാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആദ്യമായാണ് 1 ലക്ഷം രൂപ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി ഒരു സർക്കാർ നൽകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഡിഗ്രി തലത്തിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് 1,00,000 രൂപ സ്കോളർഷിപ്പായി നൽകാൻ ഒരു ഗവൺമെന്റ് തയ്യാറെടുക്കുന്നത് എന്നുള്ള ചാരിതാർത്ഥ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊജക്ടുമായി ബന്ധപ്പെട്ടവരുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം പാഠപുസ്തകങ്ങൾക്കപ്പുറം പഠനം നടത്താൻ ഒരു പ്രചോദനമായി തീരട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസിച്ചു. കേരളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് മുന്നിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരാനിരിക്കുന്ന മാറ്റത്തെപ്പറ്റിയും മുഖ്യമന്ത്രി പറഞ്ഞു. 4 വർഷ ബിരുദ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഓരോ കോളേജുകളിലും ആവശ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ചതാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്നും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.